പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. അല്പസമയം പൈതൽ ഫാനിയോട് ചേർന്ന് നിങ്ങൾക്ക് പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ ഫാനി കാഴ്ചയില്ല എങ്കിലും ആത്മീയമായ കാഴ്ചപ്പാടുണ്ട്. നമുക്ക് പലർക്കും ഇല്ലാത്ത ആ കാഴ്ചപ്പാട് ഫാനിക്കുണ്ട്. ദാറ്റ് ഈസ് ദ വിക്ടറി ഓഫ് യുവർ ലൈഫ്. ഫാനി മോളെ, വുഡ് യു പ്ലീസ് അൺമ്യൂട്ട് യുവർ പാർട്ട്. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ഈ മീറ്റിംഗിൽ പിറക്കൽക്കാന്റെ ജീസസ് മിനിസ്ട്രിയിൽ കർത്താവിനെ ഉയർത്തുവാൻ, ആരാധിപ്പാൻ കർത്താവിന്റെ ആത്മാവ് ഒരുക്കി തന്നായി നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തികഞ്ഞ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒന്നിച്ച് ആയിരിക്കാം. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇരിക്കുന്ന ഓരോ കൂടാരങ്ങളിലും ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ, ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ ആരാധനയിൽ സന്തോഷിക്കും. വലിയ അത്ഭുത ചലനങ്ങൾ ഈ ആരാധനയിൽ സംഭവിക്കും. ആമേൻ. എല്ലാ നാവും പാടി വാഴ്ത്തും. ആരാധനാം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നു. നാം ആരാധിക്കുന്ന ദൈവം അവിടുന്ന് യോഗ്യനാണ്. സർവസ്തുതി ബഹുമാനങ്ങൾക്കും ദൈവ കുഞ്ഞാടി യോഗ്യനായതുകൊണ്ടാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് പാടാം. അഭിഷേകത്തിൽ, ആത്മശക്തിയിൽ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. I
മാധുര്യം ജീവിതത്തിൽ ആശ്രയം നീ എന്റെ നാഥ മാധുര്യം ജീവിതത്തിൽ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്ക് യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യേശുവേ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്ക് യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ ഓ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ അങ്ങേ സ്തുതിക്കുന്നപ്പാ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനാൽ സ്തോത്രം ദൈവകുഞ്ഞാടേ അങ്ങ് അറുക്കപ്പെട്ടതിനാൽ അങ്ങനെ രക്തമുടി ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതിനാൽ ഓ രാഘവ രാഘൽജനാം കേക്കേരിയ ഹല്ലേലൂയ. ഒരുമിച്ച് കൈകൾ അടിച്ച് നമ്മൾ കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമം മധുരിമ നാമം. യേശുവിന് തുല്യം ചൊല്ലാൻ മറ്റൊരു നാമമില്ല. യേശുവിന്റെ നാമം ഒപ്പം പറയാൻ ഇണയില്ല നാമം. ആമേൻ. നമ്മുടെ പാപത്തിന്റെ ഭാരം ശാപം നീക്കി അനന്ത സന്തോഷത്തെ നൽകുന്ന നാമം. ഇതിന് തുല്യം ചൊല്ലുവാൻ വേറൊന്നുമില്ല നമുക്ക്. ആ നാമത്തെ നമുക്ക് ഉയർത്താം. അതിശയമുള്ള അത്ഭുതമുള്ള നാമത്തെ നമുക്ക് ഉയർത്താൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. എല്ലാവരും ചേർന്ന് അഭിഷേകത്തോടെ
അങ്ങയുടെ സാന്നിധ്യത്തോടെ ഞങ്ങൾ അടുത്തു വരുന്നു. ഈ ജനത്തെ അങ്ങാഴമായി അവിടുന്ന് സ്പർശിക്കുന്നതിന് സ്തോത്രം. വലിയ ദൈവം മഹത്വം ഓരോ വീടുകളുടെയും ഇടങ്ങളിൽ ചലിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ തേജസ്സാൽ, അങ്ങയുടെ സ്നേഹത്താൽ അങ്ങയുടെ ജനത്തെ അവിടുന്ന് നിറച്ച് അങ്ങയുടെ രക്തത്തിൽ പൊതിയുന്നതിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് സാക്ഷ്യവാചകമായി കടന്നു വന്നിരിക്കുന്നത് വാഴൂർ, കോട്ടയം ജില്ലയിൽ വാഴൂർ എന്ന സ്ഥലത്ത് നിന്ന് ഒരു റേച്ചൽ വർഗീസ് ആന്റിയാണ് കടന്നു വന്നിരിക്കുന്നത്. റേച്ചൽ ആന്റിയുടെ സാക്ഷ്യം കേൾക്കുകയാണെങ്കിൽ വളരെ വിശ്വാസത്തിന്റെ ഒരു പോരാളിയാണ്. അനേകം പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോയപ്പോഴും കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസ നിമിത്തം അതൊക്കെ പ്രാർത്ഥനയിലൂടെ നേരിടാനും അതിനൊക്കെ തരണം ചെയ്യുവാനും കർത്താവ് ഒരു പ്രത്യേക കൃപ നൽകി ഇത്രത്തോളം നടത്തിയിരിക്കുന്നു. വേലക്കാരനായ പാസ്റ്റർ സ്ട്രോക്ക് മൂലം ഒത്തിരി പ്രയാസപ്പെട്ട ആശുപത്രികളിലും ഒക്കെ ആയിരുന്നു. ഡോക്ടർമാർ ഇനി കിട്ടത്തില്ല എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് പ്രാർത്ഥനയിലൂടെ തിരികെ പിടിച്ച് ഇന്നും ജീവനോടെ ആയിരിക്കുന്നു. അവരൊരുമിച്ച് പ്രാർത്ഥനയിലൂടെയും അനേകരെ സാക്ഷ്യങ്ങളിലൂടെയും ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അവരെ വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസിയാണ്. വിശ്വാസത്തിന്റെ ഒരു പോരാളിയാണ്. സാധാരണക്കാരായ ഒരു വ്യക്തിയാണെങ്കിൽ ഇതിനകത്തൂടി കടന്നു പോകാൻ കഴിയത്തില്ലായിരുന്നു. അത്രമാത്രം പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തിയാണ്. ഇന്ന് പൽക്കാലം നമുക്ക് ആ സാക്ഷ്യത്തിന്റെ വിശ്വാസത്തിന്റെ ആ സാക്ഷ്യം നമുക്ക് കേൾക്കാം. സിസ്റ്റർ റേച്ചൽ വർഗീസിനെ സാക്ഷ്യം പറയുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ ദൈവത്തെ സ്തുതിക്കുന്ന, വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായി ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന വിലയേറിയ സമയത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാൻഡ്സ് ഓഫ് ജീസസിന്റെ മിറക്കിൾ ഹാൻഡ്സ് ഓഫ് ജീസസിന്റെ ഈ പ്രവർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദാസിമാരെ, ഹല്ലേലൂയ എല്ലാം ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് അവസരങ്ങളെ തന്നായ ഈ വിലയേറിയ നിമിഷത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹല്ലേലൂയ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും കാരണമാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ, ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാർക്കും ദാസിമാർക്കും ഹല്ലേലൂയ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എൻ്റെ പേര് റേച്ചൽ വർഗീസ്, വാഴൂര് പാർക്കുന്നു. എൻ്റെ സ്വന്തം ഭവനം കോട്ടയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ക്രിസ്തീയ ഭവനത്തിലാണ്. എൻ്റെ മാതാപിതാക്കന്മാര് ഹല്ലേലൂയ IPSയുടെ ബന്ധത്തില് ഹല്ലേലൂയ കോട്ടയത്ത് ഹല്ലേലൂയ ഞങ്ങൾ ആരാധനയിലും ശുശ്രൂഷയിലും മുൻപോട്ട് നീങ്ങും. ഞാനും എൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും കർത്താവിന്റെ നാമം മഹത്വത്തിനു വേണ്ടി ജീവിച്ചവരും ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിച്ചും എൻ്റെ ചെറുപ്രായം മുതൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വളരെ പ്രവർത്തിക്കുവാനും ഹല്ലേലൂയ സ്വർഗത്തിൽ ദൈവം എനിക്ക് ഇടയാക്കിയ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളില് VIP-യുടെ പ്രവർത്തനങ്ങളിൽ ഒക്കെ ഹല്ലേലൂയ കടന്നു വരുന്ന ദൈവത്തിന്റെ ദാസന്മാരോട് ചേർന്ന് ആത്മീയ സന്തോഷം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ, കാരണം എൻ്റെ മാതാപിതാക്കന്മാരെ ശിക്ഷണത്തിൽ വളരുവാനും അവര് തീഷ്ണതയുള്ള ഒരു പിതാവായിരുന്നു. എൻ്റെ പിതാവ് ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കണം സ്വർഗം ഇടയാക്കി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, കാരണം കർത്താവ് വളരെ കഷ്ടത്തിൽ കൂടി കണ്ണുനീർ കൂടി കടന്നു പോകുമ്പോഴൊക്കെയും പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി ദൈവത്തോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവശബ്ദം കേട്ടും ഓരോ ദിനങ്ങൾ കഴിഞ്ഞു പോയതായ ദിനങ്ങളും ഹല്ലേലൂയ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഹല്ലേലൂയ, മാതാവും പിതാവും ലോകത്തിൽ നിന്നും വേർപെട്ടുപോയി. എങ്കിലും എൻ്റെ സഹോദരങ്ങള് ഞങ്ങള് ഹല്ലേലൂയ എൻ്റെ സഹോദരി ഗ്രേസി മുഖാന്തരമാണ് പ്രിയായി മിറക്കിൾ ഹാൻഡ്സ് ഓഫ് ജീസസിന്റെ ഈ പ്രവർത്തനത്തെ എന്നെ പരിചയപ്പെടുത്തുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ, കർത്താവിന്റെ ദാസൻ പ്രിയ ദൈവത്തിന്റെ ദാസൻ മാത്യു പാസ്റ്റർ ഹല്ലേലൂയ പലപ്പോഴൊക്കെയും വിളിച്ച് ഞങ്ങളുടെ ക്ഷേമങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടന്റെ കാര്യങ്ങളെ അറിയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു പല പ്രാവശ്യം എന്നെ വിളിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവം നടത്തിയ വഴികളെ ഓർത്താൽ ഇന്നും നാളെയും പറഞ്ഞ തീരാത്ത വിധത്തിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ നടത്തിയ വഴികളെ ഓർക്കുന്നു. ഞാൻ വളർന്നു വന്ന സാഹചര്യം വളരെ ഞെടുക്കത്തിൽ വളർന്നെങ്കിലും ആത്മീയമായ സമ്പന്നരായി ജീവിക്കുവാൻ തക്ക സ്വർഗത്തിൽ ദൈവം എന്നെ ഇടയാക്കി. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ എൻ്റെ ചർച്ചില് ഹല്ലേലൂയ ഞാൻ പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ചർച്ചില് ഒരു ദിവസം
ഒരു ഫാസ്റ്റിംഗ് പ്രെയർ നടത്തി. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി, എൻ്റെ മൂത്ത ഒരു സഹോദരിയുണ്ട്, ഞാനുണ്ട്, എൻ്റെ ഇളയത് 3 സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ, എൻ്റെ പിതാവും മാതാവും പറഞ്ഞു, "ആ, ആരാധനാലയത്തിൽ കടന്നു പോകണം, പ്രാർത്ഥനയ്ക്കായി പോകണം, ശനിയാഴ്ചയാണ്, അവധിയാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു പോകണം" പറഞ്ഞു. ഞാൻ ദിവസങ്ങളിൽ കടന്നു ചെന്നിരിക്കുമ്പോൾ അന്ന് പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് ഒരു ദിവദാസി കടന്നു വന്നിട്ടുണ്ട്. വാസപ്രാൻ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനന്ന് കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ആ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ദൈവത്തിന്റെ ദാസി അന്ന് നല്ലതുപോലെ ആലോചന പറയുകയും നല്ലതുപോലെ ദൈവശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ ദാസി. ഹല്ലേലൂയ, ആത്മീയമായി വളരെ മുന്നേറി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസി കടന്നു വന്ന് പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. പ്രാർത്ഥന തുടങ്ങി ചെന്ന് കർത്താവിന്റെ ദാസിമാര് പ്രാർത്ഥിച്ചു. ഓരോരുത്തരും ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞ് ദൈവത്തിന്റെ വചനവും ആലോചനയും പറഞ്ഞു. അന്ന് ദൈവത്തിന്റെ ഒരാലോചന ആ ദേവദാസി എല്ലാവരോടും പറഞ്ഞ ശേഷം എൻ്റെ തലയിൽ കൈവച്ച് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ ദാസിൽ കൂടി സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ആത്മീയമായും ഭൗതികമായും അവസ്ഥകളെ കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിലെ സ്ഥിതിഗതികളെ കുറിച്ച് ദൈവസേനയെ സംസാരിക്കുവാൻ ഇടയായി തീർന്ന് അവസാനം ആ ദേവദാസി എൻ്റെ തലയിൽ കൈവച്ച് ഇങ്ങനെ പറഞ്ഞു, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ഏറെ ആവശ്യം. ഈ ദൈവത്തിന്റെ വചനം എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അതിന്റെ ആഴം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് നീങ്ങി. ഞാൻ 5 വർഷക്കാലം സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. അവിടെയൊക്കെ എനിക്ക് ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി പലയിടങ്ങളിൽ എനിക്ക് സാക്ഷ്യം പറയാനിടയായി തീർന്നു. PIPയുടെ പ്രവർത്തനത്തിലൊക്കെ എനിക്ക് കടന്നു പോകാനിടയായി തീർന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, എൻ്റെ ജീവിതകാലങ്ങളിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. ഞാൻ അല്പം പഠിക്കാൻ പോയി. ആ പഠിച്ച രീതിയിൽ കൂടി എനിക്ക് മുൻപോട്ട് നീങ്ങുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം എൻ്റെ പിതാവ് പറഞ്ഞ അത്രയും ദൂരേക്കൊന്നും ജോലിക്ക് പോകണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങി. മാതാപിതാക്കന്മാരുമായി ഭവനത്തിൽ പാർത്തു. സഹോദര വിവാഹം കഴിഞ്ഞു. എൻ്റെ വിവാഹത്തിന്റെ സമയമായി. എനിക്ക് പലയിടത്തു നിന്നും ദൈവത്തിന്റെ ആലോചന കടന്നു. ഞാൻ ശീഘ്രം പറഞ്ഞു പോവുകയാണ്. പലയിടത്തും ദൈവത്തിന്റെ ആലോചന കടന്നു വന്നു. ഹല്ലേലൂയ. എന്നാൽ നിരന്തരമായ പ്രാർത്ഥനയിൽ പലരും ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നത് എനിക്കൊരു കർത്താവിന്റെ വേലയാണ്, ഭൗതിക വഴിയല്ല. ഇന്നിപ്പത്തെ ഈ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ പോകേണ്ട ആളാണ്. ദൈവം അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്നാണ് പലരും ദൈവത്തിന്റെ ആലോചന ഇരിക്കുന്നത്. ആ വിഷയം വെച്ച് മാതാപിതാക്കന്മാരിങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പല ആലോചനകൾ വന്ന് കടന്നുപോയി. എന്നാലോ ദൈവത്തിന്റെ ദാസൻ, ഇവിടുന്ന് വാഴ്ന്നു വരുന്ന കർത്താവിന്റെ ദാസൻ വന്ന് കണ്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു. അങ്ങനെ മുൻപോട്ട് നീങ്ങി. എൻ്റെ വിവാഹം കഴിഞ്ഞു. ഞാനും പ്രിയപ്പെട്ട ഭവനത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. അവിടെ എനിക്ക് 5 സഹോദരങ്ങളും മാതാപിതാക്കന്മാരും ഞാനും. ഞങ്ങൾ 8 പേരാണ് ആ ഭവനത്തിൽ പാർക്കുന്നത്. ഭവനത്തിലെ വലിയൊരു ഭവനമാണ്. സ്വർഗത്തിലെ ദൈവം വലുതും ചെറുതും എല്ലാം ക്രമീകരിക്കുവാൻ കഴിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങി. പ്രാർത്ഥനയ്ക്ക് യോഗത്തിനും ഒക്കെ കടന്നു പോകും. വീട്ടുകാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. കാര്യങ്ങൾ കഴിഞ്ഞു. സമയങ്ങൾ കടന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞു. 1, 2, 3 വർഷം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് തടസ്സം. സഹോദരങ്ങൾ മാനസാന്തരപ്പെട്ടതല്ല. പ്രാർത്ഥനയ്ക്ക് പോകുന്ന തടസ്സം, ആരാധനയ്ക്ക് പോകുന്ന തടസ്സം, ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് തടസ്സം. പ്രിയപ്പെട്ടവരുടെ ഒരു കർത്താവിന് വേല ചെയ്യാൻ ഒരു ദൈവദാസി എത്രമാത്രം കൈത്താങ്ങൽ കൊടുക്കണമെന്ന് നമുക്ക് പറയാതെ അറിയാമല്ലോ. എന്നാൽ അതിനൊന്നും എനിക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. പ്രശ്നങ്ങളായി. അല്ലല്ലോ, ഭവനത്തിൽ ഞാൻ ആരാധന കടന്നുപോയി. നമുക്ക് ആരാധന കടന്നുപോയി കഴിഞ്ഞാൽ ആരാധന കഴിഞ്ഞാൽ ഉടനെ ഓടി വരാൻ പറ്റത്തില്ലല്ലോ. ദൈവമക്കളുമായി സംസാരിച്ച് അവരുടെ വിഷയങ്ങൾ ഷെയർ ചെയ്താണല്ലോ നമ്മൾ സാധാരണ പോരാറുള്ളത്. അതുകൊണ്ടൊക്കെ താമസിക്കും. ഭവനത്തിൽ കടന്നു വരുമ്പോൾ പ്രശ്നങ്ങളാണ്. വലിയ വിഷയമായി. 1, 2 കുഞ്ഞുങ്ങളായി. 6 വർഷത്തോളമായി. ഹല്ലേലൂയ. ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം, ഇപ്പോൾ ചില ദിവസങ്ങളായിട്ട് ഭക്ഷണത്തിന് അല്പം മാറ്റം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഭക്ഷണം എന്തെല്ലാം ഇല്ലെങ്കിലും ഭക്ഷണം കഴിക്കാതെ എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങി. ഇത് ഞങ്ങൾക്കൊരു വേദനയായി. കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങിയതും ദൈവത്തിന്റെ ദാസനുമായി ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കും. വഴി ദൈവം ഒരുക്കും. മുഖാന്തരങ്ങൾ ദൈവം തരും. ഇങ്ങനെ മുൻപോട്ട് നീങ്ങി നീങ്ങി കടന്നുപോയി. 7 വർഷത്തോളം ഞങ്ങൾ ഭവനത്തിൽ പാർത്തു. അല്ലെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ തീരുമാനിച്ചു, നമുക്ക് ഇവിടുന്ന് കടന്നു പോകണം. ഇവിടെ നിന്നാൽ അല്ലെങ്കിൽ ആഹാര കാര്യങ്ങളൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന പോലെ ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് ലഭിക്കുവാൻ കിട്ടുന്നില്ല. അതാണ് വിഷയം. കുഞ്ഞുങ്ങളെ പോറ്റണം, നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട് വിട്ടിറങ്ങി കുഞ്ഞുങ്ങളുമായി എൻ്റെ സഹോദരിയുടെ ഭവനത്തിൽ പോയി പാർക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഒരു ശുശ്രൂഷയുണ്ട്.
പ്രാർത്ഥനയ്ക്കായി കടന്നു പോകും, മീറ്റിങ്ങിനൊക്കെ പോകും. പള്ളി ഉപവാസ പ്രാർത്ഥന, ഫാസ്റ്റിംഗ് പ്രവറൊക്കെ വളരെ സജീവമായി ഞാൻ പ്രവർത്തിക്കുന്ന കൂടെ പോകും. അല്ല, കാരണം അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് മീറ്റിങ്ങോ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോകാതിരിക്കാൻ തോന്നത്തില്ല. അതിന് എങ്ങനെയെങ്കിലും പോയിരിക്കും. അതിന് സ്തോത്രം. സഹോദരിയുടെ ഭവനത്തിൽ 1 വർഷക്കാലം പാർത്തു. ഞങ്ങളുടെ ആ, 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് പാസ്നേജിൽ പാർത്ത് ശുശ്രൂഷ ചെയ്യണം, അതിനുള്ള മുഖാന്തരം ഞങ്ങൾക്ക് ഒരുക്കി തരണം എന്ന് പറഞ്ഞ് പാസ്റ്റർ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ക്രമീകരണം തന്നു. മുട്ടപ്പള്ളി എന്ന സ്ഥലത്ത് ഞങ്ങൾ ശുശ്രൂഷയ്ക്കായി കടന്നുപോയി. പല സഹോദരങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കടന്നുപോയി. മാതാപിതാക്കന്മാരോടും പറഞ്ഞു, ദൈവനാമത്തിന് വേണ്ടി ഞങ്ങൾ പൂർണ്ണമായി ഇറങ്ങിത്തിരിക്കുകയാണ്, അതുകൊണ്ട് ആ വിധത്തിൽ ഞങ്ങൾ ശുശ്രൂഷയ്ക്കായി കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞ് കടന്നുപോയി. 3 കുഞ്ഞുങ്ങളുമായി മുട്ടപ്പള്ളിയുടെ പ്രദേശത്ത് പോയി 2 വർഷക്കാലം അവിടെ ശുശ്രൂഷയിലായി. അങ്ങനെ ശുശ്രൂഷയിലിരിക്കുമ്പോൾ കർത്താവിൻ ദാസന് അല്പമായ രോഗാവസ്ഥകൾ ഉണ്ടാകാൻ തുടങ്ങി. ഒന്നിനു പുറകെ ഒന്നായി ക്ഷീണം, രോഗം, പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ. പ്രിയപ്പെട്ടവനെ ഇതങ്ങ് വല്ലാതെ അങ്ങ് ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ അവിടെ നിന്ന് സമയങ്ങളും വർഷങ്ങളും കടന്നു പോകില്ലേ. ഓരോ സഭകളിൽ ശുശ്രൂഷയ്ക്കായി മാറി മാറി കടന്നുപോയി. ഓരോ ദിവസവും ദൈവം ശുശ്രൂഷയ്ക്ക് ബലപ്പെടുത്തും, എന്നാൽ ഭവനത്തിൽ വരുമ്പോൾ ക്ഷീണം. കർത്താവിന്റെ വചനം പറയുന്ന പോലെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി പ്രാപിച്ച് പ്രാർത്ഥിച്ച് ബലത്തോടെ ശുശ്രൂഷയ്ക്കായി കടന്നു പോകും. അവിടെയൊക്കെയും ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നു. സ്വർഗത്തിലെ ദൈവം ആലലിയ അങ്ങനെ ഞങ്ങളെ വഴി നടത്തി കുഞ്ഞുങ്ങളെ പഠിക്കാൻ തുടങ്ങി. ആലല്ലി അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രമീകരിച്ച് ദൈവം മുന്നോട്ട് പോകുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ മൂത്ത മാള് ഞങ്ങൾ ആദ്യം വീട് വിട്ടിറങ്ങുമ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദിവസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഞങ്ങള് പുനലൂർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവിടെ പാസ്നേജിൽ പാർത്തുകൊണ്ട് അന്ന് എൻ്റെ മോള് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണ്, 2-ലും 3-ലൊക്കെ പഠിക്കുന്ന സാഹചര്യം. അല്ലെങ്കിൽ ആ വിധത്തിൽ കടന്നു പോകുമ്പോൾ അവിടുത്തെ ശുശ്രൂഷയിൽ ചെല്ലുമ്പോൾ കർത്താവിന്റെ ദാസൻ 1 മാസക്കാലം രോഗിയായി കിടക്കേണ്ട ഒരു അനുഭവം ഉണ്ടായി. 1 മാസക്കാലം ബേത്തോമിൽ ദൈവത്തിന്റെ ദാസന്മാരും ദാസിമാരും രാത്രി വന്ന് പ്രാർത്ഥിക്കും. ഞാനും കുഞ്ഞുങ്ങളും മറ്റൊരു റൂമിലിരിക്കും. പകൽക്കാലമൊക്കെ അങ്ങനെ ഒറ്റ മാസം 1 മാസം കംപ്ലീറ്റ് രോഗിയായി കിടക്കയിലായിരിക്കേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ മാതാപിതാക്കന്മാരോട് വിവരങ്ങൾ അറിയിച്ചു. ഞാൻ ഓർത്തു, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഞാനും കുഞ്ഞുങ്ങളും എന്തു ചെയ്യും എന്ന് ഇങ്ങനെ മനസ്സിലൊരു ചിന്ത പെട്ടെന്ന് കടന്നു വന്നു. ഇല്ല, ദൈവം അങ്ങനെ ആയുസിന്റെ മധ്യത്തിൽ ദൈവം എടുത്തു കളയില്ല. വഴിയിൽ വെച്ച് കൈവിടുന്ന ദൈവമല്ലല്ലോ നമ്മുടെ ദൈവം. അങ്ങനെ ബലത്തോടെ കടന്നുപോയി ദൈവത്തിന്റെ ദാസന്മാർ വന്ന് പ്രാർത്ഥിക്കും, ഞങ്ങളെ ധൈര്യപ്പെടുത്തും, ബലപ്പെടുത്തും. സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തി. അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ കടന്നു വന്ന്, നിങ്ങൾ വീട്ടിലേക്ക് പോരും, അവിടെ വന്നിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സ്ഥലമാറ്റത്തിന് സമയത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ വന്ന് 1 വർഷം മാതാപിതാക്കന്മാരോട് പാർത്തു. അപ്പോൾ ഫെയ്ത്തും ഇല്ലാതെ വീട്ടിൽ നിന്ന് ശുശ്രൂഷയ്ക്കായി കടന്നു പോകാനിടയായി തീർന്നു. രോഗം സൗഖ്യമായി ബലപ്പെട്ട് അല്ലെങ്കിൽ അല്പമായ മരുന്നുകളൊക്കെ കാര്യമായി ചെയ്തു. അല്ലെങ്കിൽ ബലത്തോടെ ശുശ്രൂഷയ്ക്കായി കടന്നു പോകാനിടയായി തീർന്നു. ഭവനത്തിൽ വന്ന് മാതാപിതാക്കന്മാരോട് പാർത്തു. 1 വർഷക്കാലം പാർത്തിട്ടും ഞങ്ങൾക്ക് അല്പമായ സ്ഥലം തന്ന് ഞങ്ങളെ സഹായിക്കുവാൻ അവർക്ക് മനസ്സ് തോന്നുന്നില്ല. ഞങ്ങൾ ചോദിച്ചു, പ്രിയപ്പെട്ടവരും ചോദിച്ചു, എനിക്കൊരു വീട് വെക്കാൻ അല്പം സ്ഥലം തരണം. സ്ഥലമുണ്ട്, സ്ഥലം തരണം. ഞാനൊരു വീട് വെച്ച് ഇവിടെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ കുഞ്ഞുങ്ങളുമായി ഞാൻ പുറത്തോട്ട് മാറി താമസിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എന്റെ മാതാപിതാക്കന്മാര് അത് ചെവിക്കൊണ്ടില്ല. അല്ലെങ്കിൽ ആ സ്തോത്രം. എന്നാലേ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഉപവാസം എടുക്കാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ സ്വർഗത്തിലെ ദൈവ സമ്പന്നനായതുകൊണ്ട് അല്ലെങ്കിൽ ആ സ്തോത്രം അത് ഞങ്ങൾക്ക് വേണ്ടി നൽകി തരുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഞങ്ങൾ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾക്ക് ഒരു 5 സെന്റ് സ്ഥലം, ഒരു വീട് വെക്കാൻ ഞങ്ങൾക്ക് തരണം. അത് തന്നേ മതിയാവുള്ളൂ. സ്വർഗത്തിലെ ദൈവം സമ്പന്നനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വസ്തു തന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കൊരു ചെറിയ വീട് വെച്ച് സ്വസ്ഥമായി പാർക്കണം. അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കണം. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഞങ്ങൾ പറയും. ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞങ്ങൾ നിരന്തരമായി ദൈവത്തോട് പകലുമില്ലാതെ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ അല്പമായി ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒരു കറവ പശുവിനെ വാങ്ങിച്ച് അതിനെ കറന്ന് സ്റ്റോറിൽ കൊടുക്കും. വൈകുന്നേരത്തെ പാല് വീടുകളിൽ കൊടുക്കും. ഇങ്ങനെ വന്നു. മോള് 10-ാം ക്ലാസ് പാസ്സായി, പ്രീ ഡിഗ്രിക്ക് വിടണം.
കോളേജിൽ പ്രീ ഡിഗ്രിക്ക് കൊണ്ട് ചേർത്ത് അവളെ പഠിപ്പിക്കുകയാണ്. മറ്റു കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്തു തന്നേ മതിയാവും കർത്താവെ, ഞങ്ങൾക്ക് ഇത് തന്നേ മതിയാവുള്ളൂ. ഈ വിഷയത്തിന് മുമ്പിൽ ദൈവമക്കളുടെ എന്റെ മുൻപിൽ ദേശത്തിന് മുൻപിൽ ഞങ്ങൾ പരാജയപ്പെട്ട് കടന്നു വന്നു. എങ്കിലും ദൈവത്തിന്റെ വലിയ വീര്യപ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടണമെന്ന് ദൈവത്തോട് മത്സരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ എല്ലാ ദിവസവും വായനശാലയിൽ പോയി പത്രം എടുത്ത് വായിക്കും. അങ്ങനെ വായിച്ചപ്പോൾ ഒരു പരസ്യം കണ്ടു. വസ്തു വാങ്ങാൻ കോർപ്പറേഷനിൽ നിന്ന് ലോണ് കൊടുക്കും. അത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനെന്ന് പറയട്ടെ. കർത്താവിന്റെ ദാസൻ ഇത് വായിച്ച് അന്ന് തന്നെ ആ പത്രത്തിന്റെ പരസ്യം എടുത്ത് ആ പത്രം കൊണ്ട് വൈകുന്നേരം കോർപ്പറേഷനിൽ ചെന്നു. അല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ഒരു അപേക്ഷാ ഫോം വാങ്ങിച്ചു കൊണ്ടുവന്നു. അത് ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച് ആ അപേക്ഷ കൊടുത്ത് പല കാര്യങ്ങൾ അതിനകത്ത് പല ഡോക്യുമെന്റ്സും കൊടുക്കണം. അവിടെ ആ വസ്തുക്കാരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞങ്ങളത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ആ വസ്തുവിന്റെ ഉടമസ്ഥരുമായി ഞങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങി. ഞങ്ങൾ 5 സെന്റ് സ്ഥലം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച്, എന്നാൽ 20 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് അവിടെ വാങ്ങുവാനിടയായത്. വഴിയധികം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ഏതായാലും ചുരുങ്ങിയ ചെലവിൽ ചുരുങ്ങിയ പണത്തിൽ ഞങ്ങൾക്കത് കിട്ടുവാനിടയായി തീർന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ദൈവം അവിടെ ആ വസ്തു 2 വർഷം കഴിഞ്ഞാണ് വസ്തു എഴുതാൻ കഴിഞ്ഞത്. അങ്ങനെ വസ്തു എഴുതി. അത് ഷോൾഡർ വെട്ടിക്കൊണ്ട സ്ഥലമാണ്. അന്ന് മുതൽ ഞങ്ങൾ ഷോൾഡർ വെട്ടാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ മോള് പ്രീ ഡിഗ്രി പാസ്സായി, നല്ല രീതിയിൽ മാർക്ക് വാങ്ങി പാസ്സായി. അവളെ ഞങ്ങളും കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലില് നഴ്സിംഗ് പഠിപ്പിക്കാൻ കൊണ്ടാക്കി. സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നു. പശുവിനെ കറന്നും, ഹല്ലേലൂയ, സ്തോത്രം, അതിൽ പാൽ കൊടുത്തും, ഹല്ലേലൂയ, അല്പമായി ലോൺ എടുത്തും ഞങ്ങൾ കുഞ്ഞുങ്ങളെ അവളെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വസ്തുവിന്റെ ലോൺ വീടണമല്ലോ. സ്വർഗത്തിലെ ദൈവം അതിനുള്ളതായ മുഖാന്തരങ്ങള് ഈ കുഞ്ഞിൽ കൂടി തന്നെ അവളുടെ പഠനം കഴിഞ്ഞതോടുകൂടി വസ്തുവിന്റെ പണം അടയ്ക്കാൻ തുടങ്ങി. ഞാൻ ശീഘ്രം കാര്യങ്ങൾ പോട്ടെ. സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നു. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ചായ ദൈവമക്കളോട് കൂടെ ഇരുന്ന് പ്രാർത്ഥന കേട്ട് എവിടെ വരെ കൊണ്ടുവന്നു. അവളുടെ പഠനം കഴിഞ്ഞു. അവള് ജോലി ചെയ്തു, വസ്തുവിന്റെ കടം വീട്ടി. അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങി. വർഷങ്ങൾ കടന്നു പോകുന്നു. അല്ലെങ്കിൽ 2ാമത്തെ മോള് പ്രീ ഡിഗ്രി പാസ്സായി, +2 പാസ്സായി. അവളെ മൺട്രാട്ടുള്ള കോളേജിലാക്കി. അവള് BSc വരെ പഠിച്ചു. അവൾക്ക് ജന്മനാ അവൾക്ക് കേൾവിക്കുറവുള്ളത് കൊണ്ട് അവൾക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വിടാൻ കഴിഞ്ഞില്ല. അവള് BSc കഴിഞ്ഞ് കമ്പ്യൂട്ടർ പഠിച്ച് 2 വർഷം. അപ്പോൾ പിള്ളേരുടെ പ്രായം കടന്നു പോകുന്നു. കാര്യങ്ങൾ പിന്നെയും ക്രമീകരിക്കാനുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെയും പ്രിയപ്പെട്ട ആശുപത്രിയിൽ പോകുന്നു, ചികിത്സ ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ അതിൻ്റെ മുൻപിലുണ്ട്. ചെറിയായ ഒരു കാര്യങ്ങളാണ് ചെയ്തത്. ഈ വീട്ടിൽ ഞങ്ങൾ വെച്ചതായ ഈ ഭവനം ഒരു സന്ധ്യയുടെ യാമത്തില് അതിന്റെ അടുക്കള വശം ഭയങ്കര മഴയുടെ സമയത്ത് അത് ഇടിഞ്ഞ് താഴേക്ക് വീണു. സ്വർഗത്തിലെ ദൈവം താങ്ങി. ഞങ്ങൾക്ക് ആർക്കും ഒരു കേടും പറ്റിയില്ല. ഏതായാലും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഭവനത്തിലെ ആ മൺകട്ടയായിരുന്നു, ആ കട്ടയെല്ലാം എടുത്തത് കന്നുകാലിക്കൂടിന്റെ സൈഡിൽ ഞങ്ങൾ ഒരു ചെറിയൊരു ചാർത്ത് പോലെ പിടിച്ച് അടുക്കളയിൽ അവിടെ ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി. ജൂലൈ മാസം മഴയുടെ സമയം. സ്വർഗത്തിൽ ദൈവം ഞങ്ങൾ ഒരു ദൈവത്തിന്റെ ദാസന്റെ വീട്ടിൽ 2 മാസം കുഞ്ഞുങ്ങളുമായി രാത്രി ഉറങ്ങും, തിരികെ വരും. 10 മണിയാവുമ്പം പോകും, 4:30 തിരിച്ചു വരും. ഇങ്ങനെ ഈ കട്ടയെല്ലാം എടുത്ത് ഞങ്ങൾ വസ്തു വാങ്ങിയ സ്ഥലത്ത് ഒരു വീട് വെച്ചു, ചെറിയൊരു വീട് വെച്ച് അങ്ങനെ പാർക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എൻ്റെ മോളുടെ പഠനം കഴിഞ്ഞു. അവൾ വർക്കല്ലേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ പോയി. അവൾക്ക് വിവാഹത്തിന്റെ ആലോചന. പ്രിയ കുഞ്ഞുങ്ങൾ നിമിഷ നേരങ്ങൾ വളരുന്നു, വർഷങ്ങൾ കടന്നു പോകുന്നു. കാര്യങ്ങൾ ക്രമീകരിക്കണം. എന്ത് ചെയ്യും കർത്താവേ? ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാലയിൽ അവൾ ജോലി ചെയ്യുന്ന പണം അതുപോലെ കോർപ്പറേഷനിൽ ലോൺ അടച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും, എൻ്റെ ഇളയ മോളും അന്ന് ഡിഗ്രി കഴിഞ്ഞ് കമ്പ്യൂട്ടർ പഠിച്ച് അല്ലെങ്കിൽ അവൾക്ക് ചെറിയൊരു ജോലിയായി. കുഞ്ഞുങ്ങൾ 2 പേരും കടം വീട്ടി ആധാരം തിരികെ എടുത്തു. വർഷങ്ങൾ കടന്നു പോകുന്നു, തിരികെ എടുത്തു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇനി പിന്നെ അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, തലയൊളിക്കാനൊരിടം.
സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി നീ അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ പിന്നെയും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നീ ശക്തനാണ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കരുത്. ഞങ്ങളുടെ മുഖത്തെ ആദരിക്കണം. ദൈവമേ, ഞങ്ങളെ ഓർക്കണം. നിന്റെ നാമത്തിന് വേണ്ടി ഓടുന്നു, നിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് ഓർത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് മാറി. വിവാഹാലോചനകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആ വാടക വീട്ടിൽ വെച്ച് എന്റെ മോളുടെ കല്യാണം നടത്തണം. പൈസ കയ്യിലൊന്നുമില്ല. സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ വസ്തു ദൈവം ഞങ്ങൾക്ക് തന്നുവെങ്കിൽ എന്റെ മോളുടെ ആവശ്യത്തിന് വേണ്ടി ഇതിൽ വിൽക്കുവാൻ വാങ്ങുവാനുള്ള ആള് വരണം. കർത്താവേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പലരും കടന്നുപോയി, വഴിയില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തില് ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾ വീടിന്റെ സൈഡ് വഴി, ഏതാണ്ട് സൈഡിൽ കൂടി ഒരു പഞ്ചായത്തിന്റെ വഴി വെട്ടുവാൻ ഒരവസരം ഒരുക്കി. ഒരു പഞ്ചായത്തിന്റെ വഴി വെട്ടി. അത് ഞങ്ങളുടെ വസ്തു വഴിയരികിലായി. വസ്തു വാങ്ങുവാൻ ആൾ വരാൻ തുടങ്ങി. വില കൊണ്ട് ചേരാതെ കടന്നുപോയി. വിവാഹ കാര്യങ്ങൾ ഒരു വശത്ത്. സ്വർഗത്തിൽ ദൈവം ഇങ്ങനെ കാര്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5 സെന്റ് സ്ഥലം വിറ്റ് സ്വർഗത്തിൽ ദൈവം മൂത്ത മകൾക്ക് വിവാഹം നടത്തി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 2018 അവളുടെ വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 2ാമത്തെ മോള്, അവൾക്ക് ജന്മനാ അവൾക്ക് കേൾവിക്കുറവ് അല്പമായിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചു. 2019 ഡിസംബറോടുകൂടി അവൾക്ക് വിവാഹത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു വന്നു. ഹല്ലേലൂയ, കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം പിന്നെയും, ഞങ്ങൾ ഈ വസ്തുവിന്മേലാണ് കണ്ണുവെച്ചിരിക്കുന്നത്. കർത്താവേ, എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? സ്വർഗത്തിലെ ദൈവം വാതിൽ തുറക്കണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ, നിങ്ങൾക്ക് വസ്തു വിൽക്കുവാനുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞങ്ങളോട് പറ, ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞങ്ങൾക്ക് ഒരാൾക്ക് 5 സെന്റ് സ്ഥലം ആവശ്യമാണ്. അവിടെ നിങ്ങൾ താല്പര്യമെങ്കിൽ ഞങ്ങൾക്ക് അത് ചെയ്തു തരണം എന്ന് പറഞ്ഞു. ആ വിവാഹത്തിന് വേണ്ടി 5 സെന്റ് സ്ഥലം വിറ്റു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അപേക്ഷ കേട്ട് ഉത്തരവരുന്നത്. സ്വർഗത്തിലെ ദൈവം അവളുടെ വിവാഹം അങ്ങനെ നടത്തി. അവളെയും പറഞ്ഞു വിട്ടു. 2019 കാര്യങ്ങൾ അത്രയും ഒരാശ്വാസത്തിന്റെ വഴി ദൈവം നൽകി. സമാധാനത്തോടെ അല്പം കഴിഞ്ഞു കൂടുന്ന ഒരു സമയം. അപ്പോൾ വാടക വീട്ടിലാണ്. സ്വർഗത്തിലെ പിന്നെ ഇളയ മോള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വീട്ടില് ഇരുന്നുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ ജോലി ചെയ്യുന്നു. വർഷങ്ങൾ കടന്നുപോയി. കമ്പ്യൂട്ടറിന്റെ ജോലി ചെയ്യുന്നു. ഞാനും എന്റെ ഭർത്താവും എന്റെ മോളും ഞങ്ങൾ തന്നെ. ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയട്ടെ. കാര്യങ്ങൾ മുൻപോട്ട് ഇങ്ങനെ നീങ്ങി പോകുമ്പോൾ 2021 ഏപ്രിൽ മാസം 20-ാം തീയതി രാത്രി കർത്താവിന്റെ ദാസന് എന്ന രോഗത്താൽ പിടിക്കപ്പെട്ടവനായി. ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഏതോ ഒരു ശബ്ദം കേട്ട് കടന്നു ചെല്ലുമ്പോഴും ഒരു വശം തളർന്നവനായി വളരെ കഷ്ടതയുടെ അനുഭവത്തിൽ കൂടി കടന്നു. ഞാനും എൻ്റെ ഇളയ മോളും അടുത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്നപ്പോൾ പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക, കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. ആംബുലൻസ്, ഞാനും എൻ്റെ മോളും ആംബുലൻസ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഞങ്ങളെല്ലാവരെയും വിളിച്ചറിയിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നത് താമസിച്ചു പോയല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് കാര്യം ക്രമീകരിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടുന്ന് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഗുളികയൊക്കെ കൊടുത്ത് 2 ദിവസത്തെ ഗുളിക തന്ന് ഞങ്ങളെ തിരികെ പറഞ്ഞു വിട്ടു. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ തിരികെ പെട്ടെന്ന് തന്നെ വരണം. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ മാറ്റമുണ്ടാകും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ എന്ന് പറഞ്ഞു. അതൊരു വെള്ളിയാഴ്ചയാണ്. ശനിയാഴ്ചയായി. ഞായറാഴ്ച ഒരു വിധത്തിൽ ആരാധനയ്ക്ക് പോയി. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം പിന്നെയും അത്രയും ബലപ്പെടുത്തി. തിങ്കളാഴ്ച രാവിലെ പിന്നെയും സ്ട്രോക്ക് വന്നു. പൂർണ്ണമായി കിടക്കയിലായി. പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് പിന്നീട് അവിടുത്തെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കാര്യങ്ങൾ കഴിഞ്ഞ് അഡ്മിറ്റ് ആക്കി. കോവിഡിന്റെ സമയം, 2021 കോവിഡിന്റെ സമയം. എല്ലാവർക്കും, ആരും വിളിച്ചിട്ടും എല്ലാവർക്കും വരാൻ ഭയം. എല്ലാവരും അടുക്കാത്തൊരു സാഹചര്യം. ചുറ്റുപാടുള്ളവർക്കും അടുക്കുവാനോ ഭവനങ്ങളിലേക്ക് പരസ്പരം പോകാത്തൊരു സാഹചര്യമാണല്ലോ. വഴിയിൽ പോലും ഒരു മനുഷ്യരും ഇല്ലാത്തൊരു സാഹചര്യം. സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കൂടെ പോന്നു. അപ്പൊ മൂത്ത മോള് വന്നു, അവളുടെ ഭർത്താവ് വന്നു. 2ാമത്തെ മോളും അവളുടെ ഭർത്താവും വന്നു. എന്നാൽ ആർക്കും അടുക്കുവാൻ കഴിയാത്ത സാഹചര്യം. സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നു. അവിടെ സ്ട്രോക്ക് വന്ന് കിടക്കയിലോട് കൂടെ തന്നെ ന്യൂമോണിയയും ബാധിച്ച് കിടക്കയിലായി. 3ാമത്തെ ദിവസം കഫക്കെട്ട് കൂടി
ശ്വാസം വിടാതെയായി വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ഡോക്ടർ വന്ന് പറഞ്ഞു, നമുക്ക് നോക്കാം. കഫം കുറെ സക്ക് ചെയ്തെടുത്തു. എന്നാൽ അല്പം ഒരു ആശ്വാസം കണ്ട് ഞങ്ങളെ വാർഡിലേക്ക് മാറ്റി. വാർഡിൽ 7 ദിവസം കിടന്നു. 7ാമത്തെ ദിവസം ഞാനും എൻ്റെ മൂത്ത മോളുമാണ് കൂടെ ഉള്ളത്. 7ാമത്തെ ദിവസം ഡോക്ടർ വന്ന് പറഞ്ഞു, അമ്മേ, വർഗീസ് പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് പോയി. ഇനി ആൾ തിരിച്ചു വരികയില്ല. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കാര്യങ്ങൾ ക്രമീകരിച്ച് വാട്ടർ ബെഡിൽ കിടത്തു. ഞങ്ങൾക്ക് ചെയ്യാനുള്ളതും അതിലപ്പുറമായി ചെയ്തു കഴിഞ്ഞു. ട്യൂബിൽ കൂടിയാണ് മരുന്ന് കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇതുപോലെയൊക്കെ ചെയ്യുക. ആൾ ഇനി തിരിച്ചു വരികയില്ല. കാരണം നമ്മളുടെ മെഡിക്കൽ കോളേജിന്റെ എല്ലാ ഡോക്ടർമാരും വന്ന് കണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു വിട്ടു. ഞങ്ങൾ 3 പേരും പ്രിയപ്പെട്ടവരുടെ കൈ പിടിച്ചിട്ടാണ് ഞാനും എൻ്റെ മൂത്ത മോളും ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ അവസ്ഥയിൽ ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയക്കരുത്. ഞങ്ങൾക്കൊരു വിടുതൽ വേണം. അതുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ഇളയ മോളെ, ഞാൻ ഇങ്ങനെയാ പറഞ്ഞത്, കർത്താവേ, എൻ്റെ ഇളയ മോളെ പറഞ്ഞു വിട്ടില്ലല്ലോ കർത്താവേ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഭവനത്തിൽ നിന്റെ ദാസൻ വിശ്രമിച്ചില്ലല്ലോ, കിടന്നില്ലല്ലോ കർത്താവേ. ഞങ്ങൾക്ക് ഒരു വിടുതൽ തന്നേ പറ്റൂ. ഞങ്ങളെ മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യണം. ഞങ്ങൾക്ക് അവിടെ നിന്ന് വിടുതൽ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകരുത് കർത്താവേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഡോക്ടർ കടന്നു വന്നാൽ, നിങ്ങൾ എന്താണ് തീരുമാനം? ഞാൻ പറഞ്ഞു, മറ്റേതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഹല്ലേലൂയ, സ്തോത്ര. ചങ്ങനാശ്ശേരിയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ കോവിഡാണ് കംപ്ലീറ്റ്. പാമ്പാടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ കംപ്ലീറ്റ് കോവിഡാണ്. കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ പേഷ്യന്റിന് ഒരു വാർഡുണ്ട്, നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവനൊന്നും അറിയുന്നില്ല. എൻ്റെ സഹോദരനും ഞാനും എൻ്റെ മൂത്ത മോളും ഞങ്ങൾ കടന്നു പോവുകയാണ്. അവിടുന്ന് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി കാഞ്ഞിരപ്പള്ളി ആശുപത്രിയുടെ ഹല്ലേലൂയ വരാന്തയിൽ കിടത്തി. എല്ലാവർക്കും കോവിഡ് ടെസ്റ്റ് ചെയ്ത് ഞങ്ങളെ ഫിറ്റാക്കി. സഹോദരനൊക്കെ കടന്നുപോയി. ആരും അടുക്കാത്തൊരു സാഹചര്യം. ഞാനും എൻ്റെ മൂത്ത മോളും ഉണ്ട്. ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് റൂം തന്ന് അവിടെയാണ് കിടക്കുന്നത്. സ്വർഗത്തിൽ ദൈവമേ, ഹല്ലേലൂയ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവ് ഇവിടുന്ന് ഒരു വിടുതൽ തന്നു മാത്രമേ ഞങ്ങളെ അയക്കാവുള്ളൂ. ഞങ്ങൾക്കൊരു ആശ്വാസത്തിന്റെ വാക്ക് തന്നേ അയക്കാവുള്ളൂ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2ാമത്തെ ദിവസം മോക്ക് കോവിഡായി. വീട്ടിലേക്ക് തിരികെ പോന്നു. 2ാമത്തെ മോളെ വിളിച്ച് അവൾക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ അവിടെ ആക്കി. ഞങ്ങളിങ്ങനെ കടന്നുപോയി. ഹല്ലേലൂയ. 7-8 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞ്, നമുക്ക് ട്യൂബ് ഒന്ന് മാറ്റി അല്പം ആഹാരം ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പം ശരീരത്തിന് നല്ലൊരു ചൂടായി. വിളിച്ചാൽ കൺവീലിയൊക്കെ നനക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, അത്ഭുതം എന്ന് പറയട്ടെ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓട്സ് കൊണ്ടുവന്ന് കാച്ചി അത് മിക്സിയിൽ അടിച്ച് ഒരു സ്പൂണിന് 4 അംശം കൊടുത്തു. അപ്പോൾ ചുമയ്ക്കാതെ ഇറക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഇത് ഇറക്കി. അത് അങ്ങനെയാണ് 1.5 സ്പൂണ് ഓട്സ് കൊടുത്തു. ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ, ഇന്ന പോലെയാണ് കാര്യങ്ങള്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകിട്ട് ഒരു 4 മണിയാകുമ്പോഴും ഇത് ചൂടോടെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വൈകിട്ട് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ കൊടുത്തു. അങ്ങനെ 2 ദിവസം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, നമുക്ക് ഡിസ്ചാർജ് ആകാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഈ ആശുപത്രിയിൽ എങ്ങനെ കിടക്കുന്നു, ഇതുപോലെ വീട്ടിൽ കൊണ്ടുപോയി സേഫായി കിടത്തി ഭക്ഷണ കാര്യങ്ങൾ അതുപോലെ ക്രമീകരിക്കണം. അപ്പം വീട്ടിൽ ബെഡിൽ കിടന്നാണ് സകല കാര്യങ്ങളും. അങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അത്ഭുതം എന്ന് പറയട്ടെ. വീട്ടിൽ വന്നു. എൻ്റെ മോള് ഒരു മുറിയിൽ കോവിഡായിട്ട് കിടക്കുന്നു. ഞങ്ങൾ ഇപ്പുറത്തെ മുറിയിൽ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നത് കൊണ്ട്, സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നത് കൊണ്ട് ഭാഗ്യവശാല് ഭവനത്തിൽ കടന്നു വരുവാൻ ഇടയാക്കി. ദൈവത്തോട് അന്ന് ഞാനൊരു ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവത്തിന്റെ ദാസനുമായി ഭവനത്തിൽ കടന്നു വന്നാൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും 3 ദിവസം ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തോട് നിന്നിവരെ. മോൾക്ക് അസുഖം തുടങ്ങി. അവൾ 21-22 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പൊളിച്ച് പുറത്തു വന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ചെയ്ത തീരുമാനം, വീട്ടിൽ വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ദിവസം ഉപവസിക്കാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തോട് പ്രാർത്ഥിച്ചു. അല്പമായി മാറ്റം വരുവാൻ തുടങ്ങി.
അല്പമായി മാറ്റം വരുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഹല്ലേലൂയ, ഈ മാറ്റത്തിന്റെ മുൻപിൽ ഒരു ദൈവത്തിന്റെ മഹത്വം ഇതിൽ വെളിപ്പെടണം. അതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവെ, ഈ ആയുസ് എന്തിനു ശേഷിപ്പിച്ചോ, എന്ത് കാര്യത്തിനു വേണ്ടി ഈ ആയുസ് ശേഷിപ്പിച്ചോ, ആ വിധത്തിൽ ദൈവം ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകണം. ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അല്പമെങ്കിലും അവസരം ഞങ്ങൾക്ക് നൽകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരുടെ നല്ലൊരു എഴുത്തുകാരനാണ്. 1-2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അനേകം മാസികകളിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ഒരു കൺവെൻഷൻ പ്രാസംഗികൻ കൂടിയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്നത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, പ്രിയപ്പെട്ടനെ അല്പമായ മാറ്റത്തോടെ ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കും. ഒരാൾ ആഹാരം കൊടുക്കും. ഇങ്ങനെ ഇരുന്നു ഓരോ വശത്തും ബലഹീനത വരുന്ന സ്ഥാനത്ത് കുഞ്ഞുങ്ങള് പ്രസ് ചെയ്തിരിക്കും. അങ്ങനെ ദൈവം അത്ഭുതകരമായി യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ദൈവമാണെന്ന് ഒരിക്കൽ കൂടി അനുഭവിച്ചറിയുവാൻ സ്വർഗമിടയാക്കി. അങ്ങനെ സമയങ്ങൾ കടന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ഇളയ അവൾക്ക് സംസാരിക്കുവാൻ കഴിയുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. 2 വർഷമായി. 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇളയ മോക്ക് ഒരു വിവാഹ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ ഞാൻ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചു, കർത്താവേ, ഹല്ലേലൂയ, എന്റെ മോള്, കർത്താവേ, സമയങ്ങൾ കടന്നു പോകുന്നല്ലോ, അവൾക്ക് വിവാഹം ആവശ്യമാണല്ലോ, ദൈവമേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രിയപ്പെട്ട നിങ്ങൾ കിടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പമായി താങ്ങി എഴുന്നേൽപ്പിച്ചാലും ചാരി കസേര ഇരുത്തിയാല് അല്പം ഒന്ന് ഇരിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ സംസാരിക്കാൻ ശരിയാകുന്നില്ല. എങ്കിലും സ്വർഗത്തിൽ ദൈവം അത്ഭുതമെന്ന് പറയട്ടെ, പല വിവാഹ കാര്യങ്ങളും വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു, കർത്താവേ, ഞങ്ങളോട് കൂടെ വസിക്കുന്ന ഒരു പൈതലിനെ ഞങ്ങൾക്ക് നൽകണം. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അവര് വിവാഹം കഴിഞ്ഞ് കടന്നുപോയാൽ, ഹല്ലേലൂയ, ഞങ്ങൾ തനിയാകും. ഈ ശുശ്രൂഷയൊക്കെ ആര് ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്ന ദൈവത്തോട് വേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സ്വർഗത്തിൽ ദൈവം അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങളോട് പാർക്കുന്ന ഒരു പൈതലിനെ സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് കൊണ്ടു തന്നു. എന്നാലേ അവളെ വിവാഹം കഴിച്ചയക്കുവാൻ, ഹല്ലേലൂയ, സാമ്പത്തികം കരങ്ങളിലില്ല. എല്ലാം നഷ്ടപ്പെട്ട് കൈ പറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്തു എന്ന് പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു അല്പമായൊരു സഹായം ഞങ്ങളുടെ ബന്ധുവിൽ നിന്ന് ലഭിക്കുവാനിടയായി തീർന്നു. എനിക്ക് അന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ എല്ലാം വിശദീകരിച്ച് പറയുന്നില്ല. സാമ്പത്തികമായി അല്പം ഞാൻ ചെറുതി വെച്ചു. കാരണം ഒരു വണ്ടി ഉണ്ടായിരുന്നു, RC ബുക്ക് കൊടുത്തു. അല്പം പണം ഞാനും ശേഖരിച്ചു വെച്ചു. ഇങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങി. ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചു. അപ്പോഴും പ്രാർത്ഥനയ്ക്കായി ഞാൻ പലരെയും ക്ഷണിക്കാൻ തുടങ്ങി. പലരും വന്ന് പ്രാർത്ഥന തുടങ്ങി. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് ഞങ്ങളായി തീരുവാനിടയാക്കണം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യണം. നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കണം. കർത്താവേ, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, അത്ഭുതം എന്ന് പറയട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിവാഹത്തിന് വിറ്റിരുന്ന സ്ഥലം, ബാക്കി സ്ഥലമുണ്ടായിരുന്നു. ഞാൻ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അല്പം കടമുണ്ട്, 5 സെന്റ് സ്ഥലം ആ സ്ഥലത്ത് വിറ്റു. ബാക്കി സ്ഥലം ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ സ്ത്രീധനം തരാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും പേരിൽ ഞാൻ ആ വസ്തു 200 രൂപയുടെ മുദ്രപത്രം വാങ്ങി. അങ്ങനെ നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ എഴുതി. കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കാലശേഷം നിങ്ങൾക്കെന്ന് പറഞ്ഞു എഴുതി. എൻഗേജ്മെന്റിന്റെ സമയത്ത് ആ കത്ത് ഞാൻ ഓർക്കുന്നു. അപ്പോഴും പ്രിയപ്പെട്ടവർ ശരിക്കും സംസാരിക്കത്തില്ല. എൻ്റെ സഹോദരനെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരൊക്കെ കടന്നു വന്നാണ് ആലോചന. അങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചു. അവളുടെ വിവാഹം നടത്തി. ആ പൈതൽ ഇപ്പം ഞങ്ങളുടെ കൂടെയുണ്ട്. അല്ലെങ്കിൽ അവളെ വിവാഹം കഴിച്ചു. അവൾക്ക് ഒരു കുട്ടിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അത്ഭുതമെന്ന് പറയട്ടെ, ദൈവത്തിന്റെ ദാസൻ, ഹല്ലേലൂയ, സ്തോത്രം, കിടക്കയിലാണ്. കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ കൈകാര്യം ചെയ്യും. കുഞ്ഞുങ്ങളും എന്നോടുകൂടെ പാർക്കുന്നു. കുഞ്ഞുങ്ങളും എന്നോടുകൂടെ സഹകരിക്കുന്നു. പ്രിയപ്പെട്ട കാര്യങ്ങൾ അവരും ചെയ്യുന്നു. ഹല്ലേലൂയ, മുടി വെട്ടുവാനും ഷേവ് ചെയ്യുവാനും ഒക്കെ ഞങ്ങൾ ഈ 4 വർഷമായി ഇപ്പോൾ 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളും എന്നോടുകൂടെ സഹകരിച്ച് പ്രവർത്തിച്ചും പോകുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ദാസന് ഹല്ലേലൂയ അല്പമായി താങ്ങി എഴുന്നേൽപ്പിച്ചാൽ അല്പസമയം ഇരിക്കും. അല്പമായി ഭക്ഷണം കഴിക്കും. സംസാരത്തിന് നല്ല രീതിയിൽ സംസാരിച്ചു വരുന്നു. സ്വർഗത്തിൽ ദൈവം പിന്നെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഞാൻ, ഹല്ലേലൂയ, ദൈവനാമോത്വത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ഏറെ ആവശ്യം എന്നുള്ളതായ ആ ദൈവത്തിന്റെ വചനം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കേട്ട ദൈവത്തിന്റെ വചനത്തിന്റെ ആഴം ഞാൻ അനുഭവിച്ചറിഞ്ഞു.
അത് എത്ര വ്യാപ്തിയുള്ള ഒരു ദൈവവചനമായിരുന്നു എന്ന് ഞാൻ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കുകയാണ്. സഹിഷ്ണുത ഏറെ ആവശ്യം, അല്പമല്ല ഏറെ ആവശ്യം. അങ്ങനെയുള്ളതായ സാഹചര്യം കൂടി സ്വർഗത്തിൽ ദൈവം കടന്നുപോയി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് പിന്നെയും എന്നെ എന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ദൈവത്തോട് കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ പോകുന്ന സ്ഥാനത്ത് സഭയോട് ചേർന്ന് നിൽക്കണം, ദൈവത്തിന്റെ ദാസന്മാരോട് ചേർന്ന് നിൽക്കണം. ദൈവനാം മഹത്വത്തിന് പകരം നമ്മൾ പൂജ്യത്തിൽ നിന്ന് വന്നവരാണ്, ഒന്നുമില്ലാതെ. ഹല്ലേലൂയ. പക്ഷികൾ പറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പാർന്ന ശബ്ദമാണ് ഞങ്ങളോട് കൂടെ ഇരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. സ്വർഗത്തിൽ ദൈവം ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം. അനേകരുടെ പ്രാർത്ഥന, എന്റെ സഹോദരങ്ങളുടെ കൈത്താങ്ങല് ഒക്കെ എനിക്ക് അനുഗ്രഹമായിരുന്നു. എന്റെ ഭവനത്തിൽ നിന്നും എന്റെ സഹോദരങ്ങളൊക്കെ വളരെ എന്നെ സഹായിക്കുകയും എന്നോട് കൈത്താങ്ങൽ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ചണ്ഡീഗഡിൽ പ്രവർത്തിക്കുന്നതായ എന്റെ സഹോദരി ഗ്രേസി, അല്ലെങ്കിൽ ഇവരൊക്കെ എന്റെ സഹോദരിമാര്, അല്ലെങ്കിൽ എന്റെ സഹോദരൻ ഒക്കെ ഞങ്ങൾക്ക് വളരെ കൈത്താങ്ങലും ആശ്വാസമായിരുന്നു. പറയാതിരിക്കാൻ തരമില്ല. സ്വർഗത്തിൽ ദൈവത്തെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവൃത്തി ഇഷ്ടമുള്ള ആയുസ് ഹല്ലേലൂയ ദൈവം ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും, നല്ല രീതിയിൽ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. എങ്കിലും ആ ഒരു വശത്തെ ബലഹീനത പൂർണ്ണമായിട്ടും ആ ക്ഷീണം മാറിയിട്ടില്ല. ഞാൻ താങ്ങി എഴുന്നേപ്പിച്ചിരുത്തും, ഭക്ഷണം കൊടുക്കും. ഹല്ലേലൂയ ബാക്കി കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ ചെയ്തു കൊടുക്കണം. ഇത്രത്തോളം സ്വർഗത്തിൽ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനാണ് ഹല്ലേലൂയ ഇതൊക്കെ ചെയ്തത്. മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും അതിന് പുകഴ്ച പറയുവാനില്ല, ഞങ്ങൾ ഇന്നത് ചെയ്തെന്ന് പറയാനില്ല. എല്ലാ മഹത്വവും പുകഴ്ചയും സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമാണ്. ഹല്ലേലൂയ ദൈവം ഇത്രത്തോളം നടത്തി. അവിടുത്തെ ദയക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, കർത്താവിന്റെ വചനം, കഷ്ടത നമ്മുടെ അവകാശമാണ്. ഹല്ലേലൂയ കഷ്ടതകൾ ദൈവം അവകാശമായി നൽകുമ്പോൾ ഹല്ലേലൂയ ഈ കഷ്ടതയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം എന്റെ കയ്യിൽ ശുശ്രൂഷിപ്പാൻ ഏൽപ്പിച്ച ഒരു വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇത്രത്തോളം ദൈവം ക്ഷമയോടെ എന്നെ നിർത്തിയത് എന്റെ പ്രശംസയോ എനിക്കതിനകത്ത് പുകഴാനൊന്നുമില്ല. അനേകര പ്രാർത്ഥനയാണ് ഹല്ലേലൂയ ദൈവം അടിങ്ങളെ ഇത്രത്തോളം നിർത്തിയത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവനാമത്തിന് വേണ്ടി പിന്നെ ഓടുവാൻ, പിന്നെ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് കുറെ പേപ്പർ വാങ്ങിച്ചു കൊണ്ട് തരണം, എനിക്ക് പേന കൊണ്ട് തരണം, എനിക്ക് ഇനിയും എഴുതണം. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവമാണ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ, അബ്രഹാം പരിശോധനയുടെ മല കയറുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വിറവുമായി ബാലനുമായി ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഹല്ലേലൂയ നിരാശയുടെ ആ മല കയറുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം മറുവശത്തു കൂടി ഹല്ലേലൂയ ആ സ്തോത്രം ഒരു ആട്ടുകൊറ്റന്റെയും പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ യാഗപീഠത്തിന്റെ മുൻപിലേക്ക് കടന്നു വന്ന കൈകളെ കെട്ടി കാലുകളെ കെട്ടി ഹല്ലേലൂയ ഇസ്ഹാക്കിനെ വെട്ടുവാൻ കത്തി ഓങ്ങുമ്പോഴാണ്, അബ്രഹാമേ നീ ഒന്നും ചെയ്യരുത്, കൊമ്പ് കുരുങ്ങിയ ഒരാട്ടുകുറ്റൻ നിനക്ക് പിൻപിലുണ്ട്. ഹല്ലേലൂയ തക്ക സമയത്ത് കരുതുന്ന ദൈവം, ദൈവത്തിന് ഒരു തക്ക സമയമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. മുൻപും പിൻപും അല്ല, ഒരു തക്ക സമയം. സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം എന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയാക്കി, രുചിച്ചറിയുവാനിടയാക്കി. ഹല്ലേലൂയ സ്തോത്രം. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങളെ മൂന്ന് പേരുടെയും കയ്യിൽ എനിക്ക് ഏൽപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. എനിക്കല്ല, സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ മുഖാന്തരങ്ങളെ നൽകി. ഇന്നത്തെ കാലത്ത് ഹല്ലേലൂയ വഷളത്വം നിറഞ്ഞ ലോകത്തില്, അന്യായം നിറഞ്ഞ ലോകത്തില്, മ്ലേച്ഛത നിറഞ്ഞ ലോകത്തില് സ്വർഗത്തിലെ ദൈവം എനിക്ക് സമാധാനത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാനും എനിക്ക് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അനേകരുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. എന്റെ ഹല്ലേലൂയ സമയങ്ങള് തീർന്നുകൊണ്ടിരിക്കുന്നല്ലോ. സ്വർഗത്തിലെ ദൈവമേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആത്മീയമായ ഭൗതികമായ അനുഗ്രഹങ്ങളും നന്മകളും നൽകണം. പറയട്ടെ, ഞാൻ ഒരു ചെറിയൊരു ഭവനം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സ്വന്തം ഭവനത്തിൽ പാർക്കണമല്ലോ. ഒരു ഭവനത്തിന്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ കരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 മുറിയും ഒരു ഹാളും ഒരു അടുക്കളയും ആയിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം നടത്തി. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യും, അത്ഭുതം പ്രവർത്തിക്കും. ഞങ്ങളെ കർത്താവ് കൈവിടുകയില്ല. ദേശത്ത് ഞങ്ങളെ കാലിൽ നിരാശയായി ഇറങ്ങിപ്പോയെങ്കിലും സന്തോഷത്തിന്റെ അനുഭവത്തിൽ ജനത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ പാർക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം മുഖാന്തരം നൽകും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട്
നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ളതായ വഴികളും മുഖാന്തരങ്ങളും സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ആയുസ് ഹല്ലേലൂയ സ്തോത്രം പോകുവാനുള്ള കൃപ നൽകും. ശുശ്രൂഷയിൽ ഇരുന്നപ്പോഴാണ് ഈ സ്ട്രോക്ക് വന്നതെങ്കിലും ഞാൻ ആ സ്ഥലത്ത് തന്നെയാണ് ആരാധനയ്ക്കായി കടന്നു പോകുന്നത്. ഞാൻ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കും, കുഞ്ഞുങ്ങൾ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ ഞാൻ വീട്ടിലിരിക്കും. അകലെയാണ് ഞങ്ങളെ കാര്യം. പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും ഒരാൾ വേണം. ഹല്ലേലൂയ ആ അവസ്ഥയിലാണ് തനിയെ ഇട്ടേച്ച് പോകുന്നത്. ഹല്ലേലൂയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലെ ദൈവത്തോട് കാര്യം പറയും. ദൈവമേ, ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ആരാധന കടന്നു പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥയിൽ ഞങ്ങൾ കടന്നു പോകാൻ കഴിയുന്നില്ലല്ലോ. കർത്താവെ, ആരാധന ഉപേക്ഷയായി വിചാരിക്കുന്ന ദൈവജനമുണ്ടല്ലോ. എന്നാൽ സാഹചര്യങ്ങളെ അറിയുന്ന ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പലപ്പോഴും വീട്ടിലിരിക്കുന്നെങ്കിലും ദൈവം ഇത്രത്തോളം നടത്തി, ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. ഞാനും എന്റെ ഭവനം ഇത്രത്തോളം വരുവാൻ എന്തുള്ളു കർത്താവേ എന്ന് പലപ്പോഴും ദൈവത്തോട് ചോദിക്കും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ദൈവനാമത്തിന് മഹത്വത്തിൽ നിന്ന് പറയട്ടെ. ഓരോ ദൈവമക്കളുടെയും പ്രാർത്ഥന ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, വിടുതലായിരുന്നു. ദൈവനാമത്തിന് മഹത്വത്തിനും പുകഴ്ചയ്ക്കും കാരണമാക്കി തീർക്കണം. ഇനി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ മൂത്ത മോള് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ അവൾക്ക് അല്പമായവളുടെ ജന്മനാ കേൾവിക്കുറവുള്ളത് കൊണ്ട് അവൾക്ക് ജോലിയില്ല. ഡിഗ്രി കഴിഞ്ഞ് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു നിൽക്കുന്നു. അവളുടെ ഭർത്താവ് ഒരു അധ്യാപകനാണ്. അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യുന്നു. എൻ്റെ ഇളയ മോള് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു. അവിടെ ഭർത്താവിനും ജോലിയുണ്ട്. ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ, അവൾക്കൊരു ചെറിയ കുഞ്ഞുണ്ട്. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങൾ സന്തോഷമായി കടന്നു പോകാൻ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. എൻ്റെ ദൈവത്തിന് എനിക്ക് പറഞ്ഞാൽ തീരാത്ത നന്മകൾ എനിക്ക് പറയുവാനുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം ഒരിക്കലും നമ്മളെ വഴിയിലിട്ടേച്ച് പോകും ദൈവമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്. അത് പ്രവർത്തിക്കുന്ന വചനമാണ്. അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ് ദൈവത്തിന്റെ വചനം. അത്രമാത്രം ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം സ്വർഗം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വേണ്ടി ഇത്രയും സമയങ്ങളെ വേർതിരിച്ചതായ മിറക്കിൾ ഹാൻഡ്സ് ഓഫ് ജീസസിന്റെ അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഞങ്ങൾ ബന്ധപ്പെട്ട സമയം മുതൽ അല്ലെങ്കിൽ ഇതെല്ലാം പ്രവർത്തനങ്ങളെ ഞാൻ കാണുവാനും പ്രാർത്ഥനാ വിഷയങ്ങളെ കേൾക്കുവാനും അവർക്ക് വേണ്ടി പ്രിയപ്പെട്ടൻ കിടന്നുകൊണ്ടാണ് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ സ്തോത്രം. താവിന്റെ ദാസന് എഴുന്നേറ്റ് പ്രിയപ്പെട്ടവരുടെ താല്പര്യം പോലെ എഴുതുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണം. കൈകാലുകളെ ബലപ്പെടുത്തണം. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേക ചോദിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം ആ മഹത്വത്തിൽ പ്രവർത്തിപ്പാൻ അശിംഷൻ പറയല്ലോ. ഒരിക്കൽ കൂടി കർത്താവേ, നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്രത്തോളം അവസരം എനിക്ക് ഒരുക്കി തന്നായ മിറക്കിൾ ഹാൻഡ്സ് ഓഫ് ജീസസിന് ഞാൻ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും ദാസിമാരെയും ഞങ്ങൾ ഓർക്കുന്നു, വന്ദനം പറയുന്നു. പിന്നെ നമുക്ക് പ്രാർത്ഥനയിൽ കാണുകയും കൈത്താങ്ങൽ ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.